കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചയിലെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രമേയം എന്നുള്ളതായ പാഠപുസ്തകമാണ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് മൂന്നാമത്തെ പാഠമാണ്. പിന്നാമ്പുറ കഥകൾ, അതിൻ്റെ പ്രമേയം എന്നുള്ളതായ ഈ പാഠം ഇന്ന് ചർച്ച ചെയ്യുന്നതിനായി രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നാം അവരെ പരിചയപ്പെടുന്നതിന് മുൻപായി നിങ്ങളേവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ സിൽസ്മോൻ ചാക്കോ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ സ്റ്റുഡിയോയിലുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പിന്നാമ്പുറ കഥ, ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ് എന്നുള്ളതായ ആ ഒരു തലക്കെട്ടോടുകൂടിയുള്ള പാഠത്തിൻ്റെ ആമുഖമാണ്. ദൈവം എപ്രകാരമാണ് ഭൂമിയിൽ വന്നത് എന്നുള്ളതിൻ്റെ കഥയുടെ ഒരു ചുരുക്കം ആണ് ഇന്നത്തെ പാഠത്തിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളതായ ആ പ്രമേയം വിശകലനം ചെയ്യുകയും ആ വചനം ആരായിരുന്നു, ആ ദൈവം ആരായിരുന്നു, നമ്മുടെ ഇടയിൽ പാർത്തവനായ ആ ക്രിസ്തു ആരായിരുന്നു എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യുന്നതായ ഒരു പാഠമാണ്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. പാസ്റ്റർ സിൽസ്, ഈ മനപ്പാഠവാക്യം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ഈ വചനം ആരായിരുന്നു? തീർച്ചയായിട്ടും ഈ വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വചനത്തെ, ദൈവത്തോടു കൂടെ ആദിയിൽ ഉണ്ടായിരുന്ന ഈ വചനത്തെ യോഹന്നാൻ ക്രിസ്തുവിനെയാണ് വരച്ച് കാണിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് ഒരു വാക്കിലാണ്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലതും ഉളവായി എന്നാണ് നമുക്ക് ഉൽപ്പത്തിയിൽ പഠിക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. സൃഷ്ടിപ്പിൻ സമയത്ത് പിതാവായ ദൈവമുണ്ടായിരുന്നു, പുത്രനായ ദൈവമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവായ ദൈവം ഉണ്ടായിരുന്നു. അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യവും പുത്രൻ എന്ത് ചെയ്തു? സകലതും സൃഷ്ടിച്ചു. ആ വചനമാണ് ഇവിടെ യോഹന്നാൻ ക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സകലതും സൃഷ്ടിക്കുന്ന സമയത്ത് പിതാവിൻ്റെ നേതൃത്വത്തിൽ പുത്രൻ ഉണ്ടാകട്ടെ എന്നുള്ള കൽപ്പിച്ച ആ വചനം, അതാണ് ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇനി ഈ വചനം എന്ത് ചെയ്തു? ദൈവമായി ജഡമായി തീർന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതാണ് ഇവിടെ ഈ വാക്യത്തിൽ യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്. പാസ്റ്റർ, ക്രിസ്തുവാണ് വചനം ആയിരുന്നതെന്നും ആ വചനം ദൈവമായിരുന്നുവെന്നുമാണ് ഈ 1-ാമത്തെ വാക്യം പറയുന്നത്. നാം പിന്നെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്നാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വം ആണ് നമ്മുടെ ഇവിടുത്തെ പരാമർശ വിഷയം. കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ളത് നമ്മുടെ ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാകുന്നത് എന്തുകൊണ്ടാണ്? ദൈവശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കർത്താവ് യേശു ക്രിസ്തു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിർഭാഗ്യവശാൽ പലരും യേശുവിനെ ഒരു രണ്ടാം കിട ദൈവമായിട്ട് ചിത്രീകരിക്കാറുണ്ട്. കാരണം യേശു ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. യേശുവിന് എല്ലാ അധികാരവും പിതാവ് കൊടുത്തിട്ടില്ല, തനിക്ക് പ്രവർത്തിക്കുന്നതിന് പരിധിയുണ്ട് എന്ന് അനേകരിന്ന് പലയിടത്തും പറയുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് തന്നെയാണ് പിശാച് ചെയ്യുന്നത്. യേശു അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്: ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഫിലിപ്പോസിനൊരു സംശയമായിരുന്നു, ഞങ്ങൾക്ക് യേശുവിന് പിതാവിനെ കാണിച്ചു തരണം. യേശു ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇത്രയും നാൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എന്ത്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ ദൈവത്തോടു കൂടെ ദൈവമായിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അത് രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് യേശു ശക്തി കുറഞ്ഞവനോ ഒരു രണ്ടാം കിടക്കാരനോ അല്ല. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ, ഈ പഠന പരമ്പരയിലൂടെ അവരുടെ ആ ചിന്തകൾ മാറി നമ്മെ പൂർണ്ണമായും രക്ഷിക്കുവാനും സഹായിക്കുവാനും കഴിയുന്ന ഒരു ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന് മനസ്സിലാക്കണം.
യോഹന്നാൻ അതിനാണ് തൻ്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ച് പറയുകയും യേശുവിനെ ഉയർത്തുകയും ചെയ്യുന്നത്. വചനം ജഡമായി തീർന്നു എന്നുള്ളതായ ഒരു വാക്യം 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രാധാന്യം? വചനം ജഡമായി തീർന്നു. നേരത്തെ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. എന്തുകൊണ്ടാണ് ആ വചനം ജഡമായി തീരേണ്ടി വന്നത്? എന്താണ് പാസ്റ്ററിൻ്റെ കാഴ്ചപ്പാട്? ഓക്കെ, വചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാകട്ടെ എന്ന വാക്കിലൂടെയാണ് എന്ത് ചെയ്തത്? സകലതും ഉളവായത്. അതുപോലെ തന്നെ വചനം, അതായത് നമ്മുടെ കൈവശം ഇരിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവിനാൽ നിയോഗത്താൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം സകലതും ദൈവശാസ്ത്രീയമാണ്, അല്ലേ? പരിശുദ്ധാത്മാവിനാൽ വിവിധ എഴുത്തുകാർ പല ഭാഗങ്ങളിൽ ഇരുന്ന് എഴുതിയതായ വേദവചനത്തിന് അല്ലെങ്കിൽ ദൈവവചനത്തിന് ഒരാശയവും ഒരർത്ഥവുമാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിലൊക്കെയും പറയുന്നത് ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും ക്രിസ്തു വന്നതിനെക്കുറിച്ചും വന്നതിന് ശേഷമുള്ള ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. സകലതും ഞാൻ ആദ്യം പറഞ്ഞ ദൈവത്തോട് കൂടെയുള്ള വചനത്തെ തന്നെയാണ് ഈ വചനത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ക്രിസ്തു ജനിച്ചത്, ഒരു ജഡമായി തീർന്നത്, അല്ലെങ്കിൽ ജഡമായി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അവിടെ മറിയം ഗർഭം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ നിഴലിട്ട് ക്രിസ്തു അവളുടെ ഉദരത്തിൽ ഉരുവായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കും. അപ്പം വചനം പരിശുദ്ധാത്മാവിനാൽ ഉളവായതാണ്, ക്രിസ്തുവും പരിശുദ്ധാത്മാവിനാൽ ജനിച്ചതാണ്. അതുകൊണ്ട് വചനം ജഡമായി തീർന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ സകലത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കുന്നു, ക്രിസ്തുവിൻ്റെ ജനനത്തിലും അല്ലെങ്കിൽ ജഡമായി തീർന്നതിലും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവൻ വേഷത്തിൽ ദാസനായി മനുഷ്യരുടെ ഇടയിൽ വന്ന് പാർത്തു എന്നാണ്. അപ്പോൾ ഈ മനുഷ്യവേഷം അണിയുക എന്ന് പറയുന്നത് അത് മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഉദ്യമത്തിൻ്റെ ഒരു പ്രധാന പങ്കാണ്. അപ്പോൾ മനുഷ്യനായി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. സിസ്റ്റർ വൈറ്റ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പെർമനൻ്റായിട്ട് മനുഷ്യൻ്റെ വേഷം ധരിച്ചിരിക്കുന്നു എന്നാണ്. കാരണം മനുഷ്യനായി ഇവിടെ വന്ന് ഭൂമിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയതും കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ രൂപത്തിലാണ്. ആ കർത്താവായ യേശു ക്രിസ്തു അതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് അവിടെ ഉണ്ടായിരുന്നതായ ദൂതന്മാർ ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് കാണുവാൻ കൊണ്ടും സാധിക്കും. മാത്രവുമല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതാണ്. അതുവരെ ഈ ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഇടത്തിൽ നിന്നാണ് ദൈവത്തെ മനുഷ്യൻ കണ്ടുവെന്നും ദൈവം മനുഷ്യരുടെ ഇടയിൽ പാർത്തുവെന്നും കർത്താവ് യേശു ക്രിസ്തു ഇനിയും നമ്മുടെ ഇടയിൽ പാർക്കും എന്നുള്ളതായ ഒരു വിശ്വാസം വരുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മുടെ പഠനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി തീരുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേളയാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, നമ്മുടെ ഇടയിൽ പാർത്ത ആ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വളരെ വിലപ്പെട്ട ഒരു ചിന്തയാണിത്. ദൈവത്തിൽ മാത്രം മനുഷ്യന് അപ്രാപ്യമായിരുന്ന ഒരു കാര്യം, മനുഷ്യനെ കാണുവാനോ കേൾക്കുവാനോ കഴിയാത്തൊരു കാര്യമാണ് ദൈവം. ആ സ്വർഗത്തിലെ ദൈവം വചനം ആയിരുന്ന ദൈവത്തോടു കൂടി ആയിരുന്നവൻ വചനം ജഡമായി തീർന്ന് കന്യകയിൽ ജാതനായി 33.5 വർഷക്കാലം പച്ചയായ മനുഷ്യൻ്റെ കൂടെ വെറും പച്ചയായ മനുഷ്യനായി ജീവിച്ചു. അതൊരു സാധാരണ കാര്യമല്ല, അസാമാന്യമായ ഒരു കാര്യം. ലോകത്തിൽ ആരുടെയും ചിന്തകൾക്കപ്പുറമാണ്. ദൈവം ഒരു ദാസനായി തീരുക എന്ന് പറയുക, നമ്മുടെ ഇടയിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യം. എപ്പോഴും മനുഷ്യന് അവരുടെ പദവി നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പടി പോലും താഴോട്ടിറങ്ങാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ലോക ചരിത്രത്തിൽ പോലും ഒരിക്കലും കാണാൻ സാധിക്കാത്ത ഒരു സംഭവം. ദൈവം സകലത്തിൻ്റെയും ഉടയവൻ, സൃഷ്ടാവ്, മനുഷ്യൻ്റെ പച്ചയായ മനുഷ്യൻ്റെ കൂടെ പാപിയായ മനുഷ്യൻ്റെ കൂടെ അല്ലെങ്കിൽ ദൈവത്തെ മറക്കുന്ന മനുഷ്യൻ്റെ കൂടെ ഇടയിൽ വസിച്ച് ദൈവം ആരാണെന്ന് കാണിക്കുക, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. ഇതെല്ലാം ചെയ്തത് എന്തെങ്കിലും ഒരു പേര് തനിക്കോ സ്വർഗത്തിനോ നേടിയെടുക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവം, മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ദൈവം സകലത്തെയും മതിയായ ദൈവമെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, കാണിക്കാൻ വേണ്ടിയാണ് ദൈവം ഇത്രയും
മനസ്കനായ ദൈവം, ഇത്രയും മഹാസമ്പന്നനായ ദൈവം, സ്നേഹസമ്പന്നനായ ദൈവം ഇത്രയും ഒരു രൂപമെടുത്തതിൻ്റെ കാരണം മനുഷ്യൻ്റെ ഇടയിലുള്ള എല്ലാ ചിന്തകളും ദൂരീകരിച്ച് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് കർത്താവിൻ്റെ ഈ ജീവിതത്തിൽ, ഭൂമിയിലെ ജീവിതം വിളിച്ചറിയിക്കുന്നത്. ബിനോയ് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ പാർത്തത് നമുക്ക് എന്താണ് ക്രിസ്തു എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമാകുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. ഞാൻ തന്നെ ജീവൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എന്താണ് യേശു വെളിച്ചമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അതിൻ്റെ മനുഷ്യരുടെ ഗുണം എന്താണ്? തീർച്ചയായിട്ടും വെളിച്ചം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഇരുട്ടിൽ, അല്ലേ, അന്ധകാരത്തിലിരിക്കുന്ന സമയത്ത് കാണുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ നഗ്നനേത്രങ്ങൾക്ക് കാഴ്ചയോ അല്ലെങ്കിൽ അത് ആരോഗ്യമുള്ളതാണെങ്കിലും നമുക്ക് നമ്മുടെ അടുത്തുള്ളതോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ കാണണമെങ്കിൽ അന്ധകാരത്തിൽ കാണാൻ പറ്റില്ല. അന്ധകാരത്തിലാണെങ്കിൽ പോലും ഒരു വെളിച്ചത്തിൻ്റെ സഹായത്തോടു കൂടിയേ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. അപ്പം ദൈവം ഇവിടെ നമുക്ക് ചില കാഴ്ചകൾ നൽകുകയാണ്. ഒന്ന്, സ്വന്തം പിതാവിനെ അല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ മുൻപിൽ എന്ത് ചെയ്യുന്നു, സ്വയം വെളിപ്പെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നത്. എൻ്റെ അത്ഭുത പ്രവർത്തികളും എൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെയും വെളിവാകേണ്ടത് പിതാവായ ദൈവത്തെയാണ് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയുന്നത്. ഈ വെളിച്ചം എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു സ്വയമായി ഉണ്ടാകുന്നതായ ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് കാണുന്നതായ വെളിച്ചമൊക്കെ മറ്റെവിടെന്നെങ്കിലും ഊർജം ലഭിച്ചിട്ട് തിളങ്ങുന്നതായ വെളിച്ചങ്ങളാണ്. പ്രത്യേകിച്ച് സൂര്യൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് അത് ഒറിജിനലി ഉള്ളതായ ഒരു വെളിച്ചമാണ്. അത് ദൈവം സൃഷ്ടിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് ആ വെളിച്ചം നമുക്ക് ഊർജം പകരുന്നു. അപ്പോൾ വെളിച്ചം അത് കണ്ണിന് കാഴ്ച മാത്രമല്ല, മറിച്ച് ജീവൻ്റെ ഉറവിടമായും അത് എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്ന് പാർത്തത് കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഈ ലോകത്തിൽ സാത്താനോട് മല്ലിട്ട് നമുക്ക് ജയിക്കുവാൻ തക്കവണ്ണം സാധിക്കും, സാത്താൻ്റെ കെണികളിൽ നിന്ന് നാം എങ്ങനെ മാറി നിൽക്കണം എന്നുള്ളതായ ഒട്ടനവധി കാര്യങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവൻ്റെ സ്രോതസ്സാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന് കൂടെ അവിടെ പറയുന്നു. പാസ്റ്റർ ബിനോയ്, നാം ആ വെളിച്ചത്തിൻ്റെ അഥവാ ദൈവമക്കളാകുന്നു നാം എന്നുള്ളതിൽ നാം എന്തുമാത്രം അഭിമാനിക്കണം, എന്തുമാത്രം നന്ദിയുള്ളവരായി? എക്കാലത്തും മനുഷ്യന് അഭിമാനിക്കുവാൻ തക്കവണ്ണം ഒരു നല്ല പദവിയാണ് ദൈവമക്കളായി തീരുക എന്ന് പറയുന്നത്. കാരണം ഈ ലോകത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്താക്കളായി മാറുക എന്നല്ല, ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ, യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ, യേശുവിനെ അംഗീകരിക്കുന്നതിലൂടെയാണ് ആ ഒരു പദവിയിലേക്ക് മനുഷ്യൻ ഉയർത്തപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് അനേക യോഗ്യതയുള്ളവരും കഴിവുള്ളവരും ഉണ്ടായിരുന്നു. അവരെല്ലാം തള്ളിക്കളഞ്ഞു. കാരണം അവർക്ക് ആർക്കും യേശുവിൻ്റെ മക്കളാകാൻ കഴിഞ്ഞിട്ടില്ല. വെറുതെ കഴിയത്തില്ല. യേശുവിനെ ഏറ്റുപറയുന്നതിലൂടെ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, യോഹന്നാൻ 1:12 എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒരു വലിയ അധികാരമാണ് ദൈവത്തിന് മക്കളാകുക എന്ന് പറയുന്നത്. ഒരു വലിയ അധികാരമാണ്. ഈ ലോകത്തിൽ ആർക്കും വിലമതിക്കാനാവാത്ത ഒരു പദവിയാണത്. അപ്പോൾ ആ ഒരു പദവിയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു. കൃപയാൽ, ദൈവത്തിൻ്റെ മഹാകരുണയാൽ അതിനെ നമ്മളെ യോഗ്യരാക്കി തീർത്തു. അതുകൊണ്ട് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അതിലെപ്പോഴും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. അതാണ് നമ്മുടെ ധർമ്മം. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ് അഥവാ മശിഹായാണ് എന്നുള്ളതായ ആ വിശ്വാസം നമുക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? തീർച്ചയായിട്ടും ക്രിസ്തു ഈ ലോകത്തിൽ പല അത്ഭുതങ്ങളും ചെയ്തത് സ്വയം ഞാൻ മെഷിയാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തു പല പ്രഭാഷണങ്ങളും നടത്തിയത് വളരെ മനോഹരമായിട്ടുള്ള പ്രഭാഷണങ്ങളാണ്. എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ, അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് ക്രിസ്തു നടത്തിയിട്ടുള്ളത്. യേശുവിനെ പലപ്പോഴും പലരും, അത് ക്രിസ്തീയ ഗോളത്തിനുള്ളിൽ മാത്രമല്ല, പലരും നല്ല ഒരു പ്രഭാഷകനായി കണക്കാക്കുന്നുണ്ട്, ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അംഗീകാരമല്ല ക്രിസ്തു മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു ഞാൻ ദൈവമാണ്, ഞാൻ മിശിഹായാണ് എന്ന് അവർ അംഗീകരിക്കുന്നതിലൂടെ എൻ്റെ കരുണ, എൻ്റെ കൃപയിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു, രക്ഷ ഉറപ്പ് നൽകുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. അപ്പോൾ ആ രക്ഷയിലേക്ക് എല്ലാവരും എത്തണം എന്നുള്ളതാണ്
ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ക്രിസ്തുവിനെ ഒരു നല്ല മനുഷ്യനായി ചിത്രീകരിക്കുന്നതിന് പകരം, അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സമൂഹത്തിലുള്ള പല നേതാക്കന്മാരും യേശു ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ മിശിഹായോ ദൈവമായോ എന്ത് ചെയ്യുന്നില്ല, അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തു ആഗ്രഹിക്കുന്നത് എന്നെ മിശിഹായി അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാനാണ് രക്ഷകൻ എന്നെന്ത് ചെയ്യുന്നു എല്ലാവരും മനസ്സിലാക്കണം, ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിക്കുകയും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുകയും ദൈവം തന്നെ പറയുന്നു കർത്താവിലൂടെ അല്ലാതെ ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇത് വിശ്വാസയോഗ്യമായ വചനമാണ് എന്ന് നാം മനസ്സിലാക്കി കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്നതായ എല്ലാവർക്കും രക്ഷ ലഭിക്കും. അതിന് ദൈവം പ്രിയ പ്രേക്ഷകരെയും നമ്മെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതായ ഏവർക്കും രക്ഷയുണ്ട് എന്ന് നാം പഠിക്കുകയുണ്ടായി. ഇന്നത്തെ പാഠത്തിൽ പറയുന്നതായ മറ്റൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ക്രൂശിൽ മഹത്വീകരിച്ചു എന്നാണ്. വാസ്തവത്തിൽ നാം എല്ലാം ധരിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പാടുപെട്ട് മരിച്ചു, അത് മനുഷ്യകുലത്തിന് തന്നെ അത് അപമാനമായിരുന്നു എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എങ്ങനെയാണ് ക്രൂശ് കർത്താവ് യേശു ക്രിസ്തുവിന് മഹത്വീകരണം നൽകിയത്? യോഹന്നാനിൽ നിന്ന് വ്യത്യസ്തമായി മത്തായി അതുപോലെ മർക്കോസ് യേശു ഏലി ഏലി ലമ്മ ശബദാനി എന്ന് വിളിക്കുന്ന, യേശു പിതാവേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് വിളിക്കുന്ന പരിഭവത്തിൻ്റെ ഒരു ധ്വനി അവരെഴുതുമ്പോൾ യോഹന്നാൻ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ്റെ പ്രത്യേകത തന്നെ, യോഹന്നാൻ അവിടെ ക്രൂശിൽ യേശുവിനെ ഉയർത്തുകയാണ്. കർത്താവ് അവസാന സമയം വരെയും വളരെ ഒരു ദാസനെ പോലെ യാതൊരു പരിഭവം കൂടാതെ, യാതൊരു മ്ലാനമുഖം കാണിക്കാതെ സന്തോഷത്തോടെ തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് യേശു ക്രൂശിൽ കിടക്കുന്നത്. യേശു മരിക്കുന്ന സമയത്തും മരിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ അടുത്ത് ക്രൂശിന് ചൂട്ടിൽ നിൽക്കുന്ന ശിഷ്യൻ, യേശുവിൻ്റെ അമ്മ നിൽക്കുന്നു. ആ അമ്മയെ പറഞ്ഞ് ശിഷ്യനെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ശിഷ്യനോട് ഇതാണ് നിൻ്റെ അമ്മയെന്ന് പറയുകയാണ്. അവിടെയും യേശുവിൻ്റെ ബന്ധം, യേശു ദൈവത്തെ മഹത്വപ്പെടുന്ന പ്രവൃത്തികൾ മാത്രമാണ് ചെയ്തത്. എല്ലാം കൈവിട്ട് കളഞ്ഞ് ഇനി എനിക്ക് ആരുമില്ല, എനിക്കിനി നിങ്ങളെ കാണേണ്ട കാര്യമില്ല എന്നല്ല. ചില പ്രത്യേക ദൗത്യങ്ങൾ യേശു അമ്മയെ ഏൽപ്പിച്ചു, ശിഷ്യനെ ഏൽപ്പിച്ചു. അവസാന സമയത്ത് പിതാവെ എല്ലാം പൂർത്തിയായിരിക്കുന്നു. വാസ്തവത്തിൽ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് ഒരു ശത്രുവിന് പോലും ഒരിടയ്ക്ക് ഒരു വിധത്തിലും യേശുവിനെ ദൂഷിച്ച് പറയാൻ ഹേതുവാകാത്ത ഒരു മരണമായിരുന്നു യേശുവിൻ്റെ മരണം. ശതാധിപൻ്റെ പ്രസ്താവന, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. ഇതെല്ലാം പിതാവായ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രൂശ് അപമാനത്തിൻ്റെയും നിന്ദയുടെയും വേദനയുടെയും ഒക്കെ ഒരു കാര്യമായിട്ടല്ല കർത്താവ് കണ്ടത്. യേശു അതിനെ മനസ്സോടെ സ്വീകരിച്ച് സന്തോഷത്തോടെ തൻ്റെ ദൗത്യം പൂർത്തിയായി ലോകത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ ആ വിജയ ശ്രീലാളിതനായ യേശു, ക്രൂശിൽ ദൈവത്തെ ഉയർത്തിപ്പിടിച്ച യേശു, ആ യേശുവാണ് തൻ്റെ അവസാനത്തിലും തൻ്റെ ദൗത്യം, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം അക്ഷരം പ്രതി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ലോകത്തോടെ വിളിച്ചു വരുന്ന ക്രൂശിലൂടെയാണ്. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോഴും ദൈവം തന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണൊരു വസ്തുത. കാരണം നാം ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് പിതാവും പുത്രനും അഥവാ കർത്താവായ യേശുവും തൻ്റെ പിതാവായ ദൈവവും തമ്മിലുള്ളതായ ഒരു ഈടാർന്നതായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഐക്യത്തിൻ്റെ മാനങ്ങൾ എന്തെല്ലാമാണ്? എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഐക്യതയോടുകൂടെ പ്രവർത്തിക്കുവാൻ കാരണം? തീർച്ചയായിട്ടും ക്രിസ്തു തന്നെ ഈ ലോകത്തിൽ പല അത്ഭുത പ്രവർത്തികൾ നടത്തുമ്പോഴും ക്രിസ്തുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് ശേഷം ക്രിസ്തു പറയുന്നത്, ഇതൊന്നും ഞാൻ സ്വതവേ ചെയ്യുന്നതല്ല, എൻ്റെ പിതാവ് എന്നിൽ പ്രവർത്തിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്, എന്നെ കണ്ടിരിക്കുന്നവൻ എന്താണ്, എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ എന്താണ്, എന്നെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പിതാവിനെയും ദൈവവുമായി തന്നെ അംഗീകരിക്കുന്നു. ആ ഒരു സമത്വം ഒന്നാണ് എന്ന് പറയുന്നതിലൂടെ ആ സമത്വം എന്ത് ചെയ്യുന്നു, ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ളതായ കാര്യമാണ്. അപ്പം ദൈവവും ക്രിസ്തുവും പിതാവും ഒന്നാണ് എന്ന് ക്രിസ്തു തന്നെ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മിശികയാണ്, ഞാൻ ദൈവമാണ് എന്നുള്ളത് ക്രിസ്തു തന്നെ എന്ത് ചെയ്യുന്നു, വെളിപ്പെടുന്നു. അതിപ്പോൾ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർ പിതാവിനെയും
അംഗീകരിക്കുന്നു. പരീക്ഷന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും ക്രിസ്തുവിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവർ മിശിഹായെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നു? പിതാവിനെ അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർ പിതാവിനെയും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐക്യം ഒന്നാകുന്നു എന്നതിനേക്കാൾ കൂടുതലായുള്ളതായ ഒരു ഐക്യ പ്രസ്താവന വേദപുസ്തകത്തിൽ ഒരിടം കാണുവാൻ തക്കോണം സാധിക്കുകയില്ല. ഞാനും ദൈവവും ഒരുപോലെ ആകുന്നു എന്നല്ല പറയുന്നത്, ഒന്നാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐക്യമാണ് രക്ഷയുടെ പദ്ധതിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പ്രധാന പങ്ക് വഹിക്കുവാൻ കർത്താവിനെ പ്രാപ്തമാക്കിയത്. പാസ്റ്റർ ബിനോയ്, സൃഷ്ടാവായ ദൈവമായി കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് എങ്ങനെയാണ് കാണുവാൻ തക്കോണം സാധിക്കും? കർത്താവ് യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവമാണ്. ഒന്ന്, നിത്യത മുതൽ നിത്യത വരെ ആണ് യേശു ഉള്ളത്. അപ്പോൾ കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് വളരെ ശക്തമായിട്ട് എഴുതിയിരിക്കുന്ന, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു, സകലവും അവനായിട്ടും അവനാലും ഉളവായി, സൃഷ്ടിക്കപ്പെട്ടതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഈ ലോകത്തിൻ്റെ സകലത്തിലും സകല സൃഷ്ടിപ്പിലും സകല കരവിരുതിലും ക്രിസ്തുവിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഒരു മേഖലയില്ല. ക്രിസ്തു ആണ് എല്ലാത്തിൻ്റെ എല്ലാം. പിതാവിനോടുകൂടെ നിത്യത മുതൽ നിത്യത വരെയുള്ളവൻ, സ്വർഗത്തെ വെല്ലുന്ന മഹത്വമായവൻ, ദൂതന്മാരുടെ ആരാധനാ പാത്രമായിരുന്നവൻ, എല്ലാം സ്വർഗത്തിലെ ദൈവമായ ക്രിസ്തുവായിരുന്നു. പക്ഷെങ്കിൽ മനുഷ്യൻ്റെ രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് പിതാവിൽ നിന്ന് താൻ മാറി പിതാവിനാൽ അയക്കപ്പെട്ടവനായി, പിതാവിന് സമർപ്പിക്കപ്പെട്ട ഒരു ദാസനായി, നമ്മിൽ ഒരുത്തനായി ഭൂമിയിലേക്ക് വന്നു. എന്നിരുന്നാലും കർത്താവും പിതാവും ഒന്ന് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് അവിടെയും യോഹന്നാൻ എപ്പോഴും ഉയർത്തി കാണിക്കുന്നത്. ഈ നമ്മുടെ പ്രേക്ഷകർ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാഠപഠനത്തിൻ്റെ അവസാനമായി പാസ്റ്റൽസുമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ, ഇന്ന് അടിയങ്ങൾക്ക് ഈ പാഠം പഠിക്കുവാൻ അവിടെ ഇടയാക്കിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ കർത്താവെ, അങ്ങ് ആദിയിൽ വചനമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വീണ്ടും വചനം ജഡമായി തീർന്ന് അടിയങ്ങളുടെ ഇടയിൽ വന്ന് അടിയങ്ങളുടെ രക്ഷകനായി മാറി കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ അവിടെ ഇടയാക്കിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവും ക്രിസ്തുവും ഒന്നാണ്. പിതാവിലൂടെ അല്ലാതെ അടിയങ്ങൾക്ക് രക്ഷയില്ല, ക്രിസ്തുവിലൂടെ അല്ലാതെ അടിയങ്ങൾക്ക് രക്ഷയില്ല എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. പിതാവേ, അപ്രകാരം രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ, ആമേൻ. ഇന്നത്തെ പാഠത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത പാസ്റ്റർ വിൽസനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റർ ബിനോയ്, താങ്ക് യു വെരി മച്ച്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരുന്ന വ്യക്തി, എന്നാൽ ആ ദൈവത്വം ഉപേക്ഷിച്ച് ഭൂമിയിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നവനാകുന്ന ദൈവമാകുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി വരച്ച് നമ്മുടെ മുൻപിൽ കാണിക്കുകയും ചെയ്യുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവാണ് സൃഷ്ടിതാവായ ദൈവം ആയിരുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാരായിരിക്കുന്നത് നാം കർത്താവായ യേശു ക്രിസ്തുവാണ് ലോകരക്ഷിതാവും സൃഷ്ടിതാവും വീണ്ടെടുപ്പുകാരനുമായി വിശ്വസിക്കുന്നത്. ആ കർത്താവിൽ നിങ്ങളും വിശ്വസിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.